വിജ്ഞാനശോഭയിൽ 75ന്റെ നിറവിലാണ് കോട്ടയം പാലാ സെന്റ് തോമസ് കോളേജ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്ലാറ്റിനം ജൂബിലി ചടങ്ങ്. വിജ്ഞാനികളും സന്മാർഗനിഷ്ഠരുമായ തലമുറയെ സൃഷ്ടിക്കാൻ മീനച്ചിൽ ദേശത്തിന് സിറോ മലബാർ സഭ സമ്മാനിച്ചതാണ് സെന്റ് തോമസ് കോളേജ്. പാലാ രൂപതയിലെ മെത്രാന്മാരും വൈദികരും ദീർഘവീക്ഷണത്തോടെ കോളേജിനെ നയിച്ചപ്പോൾ അഭിമാനാർഹമായ നിലയിലെത്തി. രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, ഭരണാധികാരികൾ, ശാസ്ത്രജ്ഞർ, വൈസ് ചാൻസലർമാർ, സാഹിത്യകാരന്മാർ, കായിക പ്രതിഭകൾ ഇങ്ങനെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ വാർത്തെടുത്ത കലാലയം. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് സമാപനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്നതും ചരിത്രം. 1976 ഫെബ്രുവരി 12 നടന്ന രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. രാഷ്ട്രപതി ആകുന്നതിന് മുൻപ് ശ്രീ വി ഗിരി വന്നിട്ടുണ്ട്. രാഷ്ട്രപതി ആയതിനു ശേഷം ഡോക്ടർ APJ അബ്ദുൽ കലാം വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിമാർ ജവഹർലാൽ നെഹ്റു വന്നിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട്. VVIP നിരയിൽ ഇതുപോലെയുള്ള ആളുകൾ കോളേജിൽ ഇതിനു മുമ്പ് സന്ദർശനം നടത്തിയിട്ടുണ്ട്. രജത ജൂബിലിയോടനുബന്ധിച്ചായിരുന്നു 76-ൽ ഇന്ദിരാഗാന്ധി നമ്മുടെ കോളേജിൽ വന്നത്. ഇപ്പോൾ ഒരു പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി 75 വർഷം പൂർത്തിയാകുന്ന ഈ സമയത്താണ് കോളേജിൽ എത്തുന്നത്. ഓട്ടോണമസ് പദവി കരസ്ഥമാക്കി. നാക് സമിതിയുടെ A++ അംഗീകാരം നേടിയതും നേട്ടം. ഇതൊരു ബോയ്സ് കോളേജായിട്ടായിരുന്നു തുടങ്ങിയത്. പക്ഷേ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ജെൻഡർ